മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നടി തമന്ന ഭാട്ടിയെ നിയമിച്ചതിൽ കർണാടകയിൽ വൻ പ്രതിഷേധം. കന്നഡ നടിമാരുള്ളപ്പോൾ കർണാടകക്കാരിയല്ലാത്തവരെ ബ്രാൻഡ് അംബാസഡറാക്കി നിയമിച്ചതിനാലാണ് പ്രതിഷേധം. കർണാടകയ്ക്ക് പുറത്തുള്ള വിപണികളിലേക്ക് സോപ്പിന് പ്രചാരം നൽകുകയാണെന്ന് ലക്ഷ്യമെന്ന് കർണാടക സർക്കാരിന്റെ വിശദീകരണം. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വടയാർ നാലാമനാണ് മൈസൂർ സാൻഡൽ സോപ്പിന് തുടക്കമിട്ടത്. നിലവിൽ കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ലിമിറ്റഡിന് കീഴിലാണ് മൈസൂർ സാൻഡൽ സോപ്പ് നിർമ്മിക്കുന്നത്. സോപ്പിന്റെ പ്രചാരണത്തിനായാണ് ബോളിവുഡ് സുന്ദരി തമന്ന ഭാട്ടിയയെ ബ്രാൻഡ് അംബാസിഡറായി കർണാടക സർക്കാർ നിയമിച്ചത്. 2 വർഷത്തെ കരാറിന് തമന്നയ്ക്ക് 6,20,00,000 രൂപയാണ് പ്രതിഫലം. ഇതിനെതിരെയാണ് തമന്നയ്ക്കും സർക്കാരിനുമെതിരെ പ്രതിഷേധമുയരുന്നത്. സർക്കാർ നീക്കത്തിൽ സൈബർ ലോകത്ത് വൻ ചർച്ചയാണ് നടക്കുന്നത്. ചിലർ സർക്കാരിനെ അനുകൂലിച്ചപ്പോൾ മറ്റു ചിലർ സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തു. കന്നഡ നടിമാരുള്ളപ്പോൾ കർണാടകക്കാരിയല്ലാത്ത ഒരാളെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കുന്നതിലൂടെ കന്നഡ സിനിമയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ചിലർ വാദിച്ചു. ചില കന്നഡ സിനിമാ പ്രവർത്തകരും എതിർപ്പുമായി രംഗത്തുണ്ട്. തമന്നയെ അംബാസിഡറാക്കിയതിൽ ന്യായീകരിക്കുകയാണ് കർണാടക സർക്കാർ. ബോളിവുഡ് താരത്തെ ബ്രാൻഡ് അംബാസിഡറാക്കുമ്പോൾ കർണാടകയ്ക്ക് പുറത്തുള്ള വിപണിയിലേക്ക് സോപ്പിന് പ്രചാരം ലഭിക്കുമെന്ന് മന്ത്രി എം.ബി. പാട്ടീൽ പറഞ്ഞു. ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെടുത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. One of the things we engaged Tamanna Bhatia before, and that was done through a committee with Rajnikant as the chairman, and he has analyzed various actors. They were all engaged with certain other products. They endorsed certain other products, which I named just like 3-4 names. 2028ഓടെ KSDLന്റെ വാർഷിക വരുമാനം 5,000 കോടി രൂപയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി എം.ബി. പാട്ടീൽ പറഞ്ഞു. എന്നാൽ വിവാദങ്ങളോട് തമന്ന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.